മുന്നാർ ഗ്രാമപഞ്ചായത്തിൽ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്ന പദ്ധതി നടപ്പിലാക്കാനുള്ള ഓട്ടത്തിലാണ് പഞ്ചായത്ത്. കാരണം നിരവധി വിമർശനങ്ങൾ മാലിന്യ പ്രശ്നത്തിൽ കേട്ടതാണ് എന്ന് വേണം പറയാൻ, അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം മാലിന്യമുക്ത മൂന്നാർ ആക്കുക എന്നുള്ളതാണ്. മാലിന്യ പ്രശ്നമാണ് ഭരണസമിതി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് കുറേ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മാലിന്യം ശേഖരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഘട്ടം ഘട്ടമായി തീർക്കുന്നതിന് വേണ്ടി ബൃഹത്തായ പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ആദ്യ ഘട്ടമെന്ന നിലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ച് യോഗം നടത്തി. ഇപ്പോൾ ഇന്ന് നിങ്ങൾക്കറിയാം, ഈ മാലിന്യം കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമർമാർ എന്നുള്ള നിലയ്ക്ക് വിവിധ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ലോഡ്ജുകൾ, വിവിധ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രതിനിധികളെ വിളിച്ച് ഇന്ന് ഒരു ബോധവൽക്കരണ സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യം നീക്കം ചെയ്യുന്നതെന്ന ഉത്തമ ബോധ്യം പഞ്ചായത്തിനുണ്ട്. എന്നിരുന്നാൽ പോലും എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള ഉത്തമ ബോധം ഓരോ പൗരനും ഉണ്ടാകണം എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് നടപടിയിലേക്ക് പോകുന്നത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അടച്ചുപൂട്ടലോ അല്ലെങ്കിൽ പിഴ ഈടാക്കലല്ല ആദ്യത്തെ കടമ. ആദ്യം അവരെ ബോധവൽക്കരിക്കുക, അവരെ മനസ്സിലാക്കി കൊടുക്കുക, നിയമവശങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ മൂന്നാറിൽ തന്നെ പകുതിയോളം സ്ഥാപനങ്ങൾ ലൈസൻസ് ഇല്ലാതെ പല സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ ലൈസൻസ് എടുപ്പിക്കുക, പഞ്ചായത്തിന് വരുമാനം കൂട്ടുക. അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് നിയമത്തിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് തരംതിരിച്ചുള്ള മാലിന്യങ്ങൾ മാത്രമേ ഇനി പഞ്ചായത്ത് നമ്മുടെ തൊഴിലാളികൾ സ്വീകരിക്കത്തുള്ളൂ, വാഹനത്തിൽ കയറ്റത്തുള്ളൂ. അത് അങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി ഇവർ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിച്ച് ഞങ്ങൾ വിപുലമായ പരസ്യം കൊടുത്തു, മൈക്ക് പ്രചരണം നടത്തി, നോട്ടീസ് കൊടുത്തു, വിളിപ്പിച്ചു. ജനപങ്കാളിത്തവും നല്ല പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വരും നാളുകളിൽ ഈ ബോധവൽക്കരണത്തിന് ശേഷവും ചില തുടർന്ന സ്ഥാപനങ്ങൾക്കെതിരെ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുക ആ നിയമ നടപടികൾ മുഖം നോക്കാതെ സ്വീകരിക്കാനാണ് പഞ്ചായത്തിൻ്റെ നടപടികൾ മുമ്പോട്ട് പോകുന്നത്. ഈ മുൻപുള്ള ഭരണസമിതിയും അതോടൊപ്പം തന്നെ മുൻപുണ്ടായിരുന്ന പഞ്ചായത്ത് സെക്രട്ടറി അടക്കം വലിയ രീതിയിൽ ഒരു കർശന നടപടി സ്വീകരിച്ചപ്പോഴാണ് പല മേഖലകളിലും മാലിന്യം ഒരുവിധം പൂർണ്ണമായും തന്നെ തുടച്ചു നീക്കാൻ സാധിച്ചു. പിന്നീട് വീണ്ടും ഇപ്പോൾ ഈ പുഴയിലടക്കം മാലിന്യം നിർബാധം ഒഴുക്കുന്നത് തുടരുകയാണ്. കക്കൂസ് മാലിന്യമാണ് ഏറ്റവും കാരണം മുദ്രപ്പുഴയിലടക്കം നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ജലസ്രോതസ്സെ ആശ്രയിക്കുന്ന മുദ്രപ്പുഴയിൽ തന്നെ ഈ കക്കൂസ് മാലിന്യം അടക്കം രാത്രിയുടെ മറവിൽ ഒഴുക്കുന്നത് പതിവായിട്ടുണ്ട്. 3 ഹോട്ടലുകൾ നിങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഏതായാലും ഇനി എന്തായിരിക്കും അത്തരത്തിൽ ഈ ബോധവൽക്കരണത്തോടൊപ്പം തന്നെ അടുത്ത ഘട്ട നടപടി എങ്ങനെയൊക്കെ ആയിരിക്കും? തീർച്ചയായിട്ടും ഇത് ഒരു ഗൗരവമായ കാര്യമാണ്. കാലങ്ങളായി മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ദ്രവമാലിന്യം സംസ്കരിക്കുക എന്ന് പറയുന്നത് വളരെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു വിഷയമാണ്. ഇത് പഞ്ചായത്തിനെ കൊണ്ട് മാത്രം കഴിയുന്ന വിഷയമല്ല. ഈ വിഷയം ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി കാര്യമറ്റോ തന്നെ ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയോടും ഈ വിഷയം അവതരിപ്പിച്ചു. അപ്പോൾ അവർ മൂന്നാറിലേക്ക് വേണ്ടി പ്രത്യേക യോഗം ചേരാമെന്നും നടപടി സ്വീകരിക്കാമെന്നും ഗവൺമെൻറ്റും കൂടി വിചാരിച്ചാൽ മാത്രമേ അതിനുള്ള ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയും. അതോടൊപ്പം തന്നെ ദ്രവമാലിന്യങ്ങൾ പുഴയിലേക്ക് നേരിട്ട് ഒഴുക്കിവിടുന്ന സ്ഥാപനങ്ങളെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്ന ഭാഗമായ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 3 സ്ഥാപനങ്ങൾക്ക് നേരെയാണ് മനസ്സില്ലാ മനസ്സോടെങ്കിലും അവർ ചെയ്ത കുറ്റകൃത്യത്തിന് നമ്മൾ നടപടി സ്വീകരിക്കണം. ഇനിയും ആ പ്രവണത തുടരും. ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനവും നിയമം ലംഘിച്ചുകൊണ്ട് അവരിൽ ഉണ്ടാകുന്ന മാലിന്യം, അത് ജൈവ മാലിന്യമായാലും അജൈവ മാലിന്യമായാലും ദ്രവമാലിന്യമായാലും പുഴയിലേക്ക് എറിഞ്ഞാൽ അല്ലെങ്കിൽ പൊതുവഴിയിൽ നിക്ഷേപിച്ചാൽ അവർക്കെതിരെ ശക്തമായ നടപടിക്കാണ് പഞ്ചായത്ത് പോകുന്നത്. അതുമാത്രമല്ല, ഇതൊരു തുടർ പ്രക്രിയയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതി കുറേ സെക്രട്ടറിയും പഴയ ഭരണസമിതി ചെയ്തു, ഇടയ്ക്ക് ഒരു ലാക്നസ് വന്നു. എന്നാലും ഇതൊരു തുടർ പ്രക്രിയ ആയതുകൊണ്ട് ഇത് നല്ല നിലയിൽ തന്നെ ഈ ഭരണസമിതി കഴിഞ്ഞ കാലങ്ങൾ പറയുന്നതല്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ കാര്യം മൂന്നാറെ പോലുള്ള സ്ഥലത്ത് നമുക്കറിയാം ഇതൊരു ഹബ്ബാണ്. മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന ധാരാളം ആളുകൾ തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ വരുന്നവർ മൂന്നാറാണ് ആശ്രയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്ലോട്ടിംഗ് പീപ്പിൾ, അതായത് വിനോദസഞ്ചാരികൾ, ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഒരു ദിവസം വന്നു പോകും. അവരുണ്ടാക്കുന്ന മാലിന്യം ഇതെല്ലാം പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ട സാഹചര്യമുള്ളതുകൊണ്ട് ഇത് ഗൗരവമായിട്ട് തന്നെ എന്തുതന്നെയായാലും ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതിനെ പൂർണ്ണമായിട്ട് മാലിന്യം ഒരു സജ്ജരാക്കി നമ്മുടെ നാട്ടിലെ ജനങ്ങളെ, പൊതുജനങ്ങളെ പൂർണ്ണ ബോധവാന്മാരാക്കി മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള
ബൃഹത്തായ പദ്ധതികളായിട്ട് മുമ്പോട്ട് പോകും. അതിൽ ഈ കല്ലാറ് മാലിന്യ പ്ലാന്റിലും ഈ അങ്ങോട്ട് പോകുന്ന കുടിവെള്ള സ്രോതസ്സിലെല്ലാം തന്നെ പ്ലാന്റിൽ നിന്ന് ഒഴുകുന്ന മാലിന്യങ്ങൾ ഈ വെള്ളത്തിലൂടെ ഒഴുകി അവിടെ വലിയ അസുഖബാധിതകൾ ദിവസേന വന്ന് ഒരു പ്രതിഷേധമെല്ലാം ഉയർന്നിരുന്നു. അപ്പോൾ എന്തായിരിക്കും അടുത്ത ഘട്ട നടപടി? ഈ കല്ലാർ മാലിന്യ പ്ലാന്റിനെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായിരിക്കും അടുത്ത ഘട്ട ഒരു നടപടി ഉണ്ടാകും? അവിടെ പ്രതിഷേധമുണ്ടായി. കഴിഞ്ഞ 4-ാം തീയതി അവിടെ പഞ്ചായത്ത് പ്ലാന്റിൽ തീ കത്തുകയും അതിനെ തുടർന്നുണ്ടായ പ്ലാസ്റ്റിക് കത്തിയതോടുകൂടി അവിടെ മേഖലയിൽ കുറച്ച് ശ്വസിക്കാനും അതുമാത്രമല്ല പുക പോവുകയും ചെയ്തിരുന്നു. ഈ സംഭവം ഉടൻ തന്നെ നമ്മൾ പഞ്ചായത്ത്, ഞാൻ തന്നെ 4 ദിവസം നേരിട്ട് അവിടെ എത്തി ഫയർഫോഴ്സിനെ കൊണ്ട് തീ കെടുത്തി. എന്നാലും അടിയിൽ നിന്ന് വീണ്ടും എത്തിയപ്പോൾ നമ്മൾ JCB ഇട്ട് 4 ദിവസം കൊണ്ട് പൂർണ്ണമായി കെടുത്തുകയും ആൾക്കാരുടെ പ്രക്ഷോഭം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അതിൽ ബഹുമാനപ്പെട്ട സബ് കളക്ടർ അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി സമരക്കാരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷം ഈ കഴിഞ്ഞ 20-ാം തീയതി വിവിധ രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കന്മാരുടെ ഒരു യോഗം സബ് കളക്ടറുടെ ഓഫീസിൽ വെച്ച് നടക്കുകയുണ്ടായി. അതിൽ സുപ്രധാന ചില തീരുമാനങ്ങൾ, ഞങ്ങൾ എന്താണോ ചെയ്യാൻ കഴിയുന്നത് ആ തീരുമാനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-ാമത്തെ തീരുമാനം എന്ന് പറയുന്നത് ആ വാർഡിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചുകൊണ്ട് അവിടെ ഈ മാലിന്യ പ്ലാന്റ് ഓരോ 15 ദിവസം കൂടുമ്പോഴും അവർ അത് യോഗം ചേർന്ന് അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തുകയും ലെഗസി വേസ്റ്റുകൾ, അതായത് തരംതിരിക്കാത്ത വേസ്റ്റുകൾ അവിടെ ഒന്നുകൂടാതെ ശ്രദ്ധിക്കാനും ഇപ്പോൾ ഉള്ള സ്ഥലത്തിൽ തന്നെ നമുക്ക് ഉള്ള വേസ്റ്റുകളെ മാറ്റുന്നതിന് ഇപ്പോൾ ടെൻഡർ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. 1.5 കോടി രൂപ, 1.27 കോടി രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും 1.5 കോടി രൂപ ഘട്ടം ഘട്ടമായി അവിടെ കുന്നുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ, ലെഗസി വേസ്റ്റുകൾ മൈനിങ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടികളുണ്ടാക്കും. ദ്രവമാലിന്യം ഒരു കാരണവശാലും കല്ലാർ പ്ലാന്റിലേക്ക് കൊണ്ടുപോകത്തില്ല. രാത്രിയിൽ സാമൂഹിക വിരുദ്ധരാണ് തീ കത്തിക്കുന്നത് മനസ്സിലായതുകൊണ്ട് രാത്രിയിൽ തദ്ദേശീയരായ ആളുകൾക്ക് ആ വാർഡിൽപ്പെട്ട 2 പേർക്ക് രാത്രി ജോലി കൊടുക്കാനും അവർക്ക് വാച്ചർ ഷെഡ് ഉൾപ്പെടെ നിർമ്മിച്ചു കൊടുക്കാനും, അതോടൊപ്പം തന്നെ ആരെങ്കിലും രാത്രി കാലങ്ങളിൽ രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിക്കാൻ വന്നാൽ അവരെ പിടിക്കുന്ന ആളുകൾക്ക് 25%, 4/1 എത്രയാണോ പിഴ ഈടാക്കുന്നത് അതിൽ 4/1 പൈസ ആ പിടിക്കുന്ന ആൾക്ക്, അവരുടെ പേര് രഹസ്യമായിരിക്കും. അവിടെ കല്ലാറിൽ ആ വാച്ചർമാരാണ് പിടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശമ്പളം കൂടാണ്ട് ഈ പൈസയും കൂടെ അവർക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും അത്തരത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ നിയമ നടപടികൾ ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല. ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണം നൽകും. പിന്നീട് ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനത്തിൽ നിർബാധം ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് കർശനമായ നടപടി ഉണ്ടാകും. 5 വർഷം കൊണ്ട് മാലിന്യമുക്തമായ മൂന്നാറിനെ സൃഷ്ടിക്കും എന്ന് തന്നെയാണ് പഞ്ചായത്തിന് പറയാനുള്ളത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.